വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനും വിച്ചും കൂടിയിട്ട് ഞങ്ങളുടെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. എവിടേക്കാന്നൊക്കെ ഞാൻ വഴിയെ പറയാം. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് നമ്മുടെ ഫ്ലൈറ്റ്. നൈറ്റ് 12:30 ഇപ്പോൾ റെഡി ആയിട്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ ഇന്നൊരു ഓഫ് വൈറ്റ് സാറ്റിൻ്റെ ഷർട്ടാണ് കേട്ടോ വെയർ ചെയ്തേക്കുന്നത്. അതിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഗ്രീനും അതുപോലെ തന്നെ റെഡൊക്കെ ഫ്ലവേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഞാൻ പെയർ ചെയ്തത് ബാഗി ജീൻസ് ആണ് കേട്ടോ. പിന്നെ ഇതാണ് എൻ്റെ ബാഗ്. സോ നമ്മൾ റെഡി ആയിട്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങും. നമ്മളിപ്പോൾ ചെറായിലാണ് കേട്ടുള്ളത്. നമ്മൾ ലാസ്റ്റ് 2 days ആയിട്ട് ചെറായിലുണ്ട് വിത്ത് ഫുൾ ഫാമിലി. ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങി ചെക്കൗട്ട് ചെയ്ത് കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട് പിന്നെ നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ. യെസ്, അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ഞങ്ങളങ്ങനെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ പാർക്കിങ്ങിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. അമ്മയും അച്ഛനും മനുവേട്ടനും ചേച്ചിയൊക്കെ ഉണ്ട്. നമ്മൾ ചെറായിൽ നിന്ന് നേരെ എയർപോർട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ചെറായി വ്ളോഗ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ, ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ലോങ് വീഡിയോസ്. അപ്പോൾ ഇനി ഞങ്ങൾ നേരെ ചെക്ക് ഇൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അതിൻ്റെ ഇടയിൽ വിച്ചു ചെറുതായിട്ടൊന്ന് ഡ്രസ്സൊക്കെ മാറി, ടീഷർട്ടൊക്കെ മാറ്റിയിട്ടോ. വിച്ചു ഗ്രീൻ ടീഷർട്ടായിരുന്നു, അത് മാറ്റി മെറൂൺ ടീഷർട്ട് ഇട്ടു. ഞാൻ പിന്നെ സെയിം ഡ്രസ്സാണ് മോർണിംഗ് ഇട്ട സെയിം ഡ്രസ്സ് കേട്ടോ. നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുൻപായിട്ട് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. ചായ, ജ്യൂസ്, എനിക്ക് തോന്നുന്നു ലെമൺ ജ്യൂസാണ് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയത് കേട്ടോ. കുറച്ച് ടൈമിംഗ് ഉണ്ടായിരുന്നു കേട്ടോ ചെക്ക് ഇൻ കയറാനായിട്ട്. ഒരു 1/2 hour ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ചു. മനുവേട്ടനോടൊക്കെ ബൈ ബൈ പറഞ്ഞു. ഇനി മനുവേട്ടനെ നെക്സ്റ്റ് ഇയറേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. മനുവേട്ടന് ഇനി അപ്പോഴേ ലീവുള്ളൂ. സോ എല്ലാവരോടും ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മളിത് എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. നമ്മൾ ഇൻ്റർനാഷണൽ ആയ കാരണം ടെർമിനൽ 3 വന്നിട്ടുണ്ടായിരുന്നത്. കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഞാനൊരു സൂട്ട് കേസും വെച്ചൊരു ട്രാവൽ ബാഗാണ് എടുത്തേക്കണം. പിന്നെ എൻ്റെ അടുത്തൊരു ചെറിയൊരു ബാഗ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ എല്ലാവരോടും ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. അച്ഛനൊക്കെ നല്ല കരച്ചിലായിരുന്നു. എനിക്ക് ആദ്യമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഉള്ളിലേക്ക് കയറിയപ്പോൾ നല്ല രീതിക്ക് ഞാനും കരഞ്ഞു. എന്തോ അച്ഛൻ കരയണം കണ്ടപ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്കും കരച്ചിട്ട് വന്നു കേട്ടോ. അങ്ങനെ അവരോടൊക്കെ ഞാൻ ടാറ്റ ബൈ ബൈ പറഞ്ഞു ഉള്ളിലേക്ക് കയറി. നമ്മളിനി ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. ചേച്ചിയാണ് കുറച്ച് വീഡിയോസൊക്കെ നമുക്ക് എടുത്തു തന്നിട്ടുണ്ടായിരുന്നത്. കണ്ടോ, കരഞ്ഞ് എൻ്റെ കണ്ണൊക്കെ ആകെ നിറഞ്ഞിരിക്കുന്നത്. എന്തിനാണെന്നറിയില്ല, ഞാൻ വെറുതെ അങ്ങനെ കരഞ്ഞതെന്നറിയില്ല. പക്ഷേ കരഞ്ഞു പോയി. കണ്ണൊക്കെ തുടച്ച് വിളിച്ചെന്നെ കളിയാക്കിയായിരുന്നു കേട്ടോ. എന്തിനാ കരയണം, 4 ദിവസമല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാലും എനിക്കൊരു വിഷമമുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ, ചെക്ക് ഇൻ ബാഗ് നമുക്കില്ല. നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന ബാഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ മറ്റേ ബാഗ് ഇല്ലാത്ത കാരണം നമുക്ക് ഈസി ആയിട്ട് എല്ലാം കഴിഞ്ഞു. നമ്മളിനിപ്പോൾ നേരെ പോണത് എർത്ത് ലോഞ്ചിലേക്കാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് എയർപോർട്ടിനുള്ളിൽ ലോഞ്ചിലേക്ക് കയറുന്നത്. സോ ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ്. അത് കാരണം തന്നെ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് ലോഞ്ചിൽ കയറി ഫുഡൊക്കെ കഴിക്കുന്ന കുറേ വ്ളോഗേഴ്സിൻ്റെ. പക്ഷെ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. എനിക്കതിൻ്റെ കാർഡോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും വിച്ചിനുള്ള കാരണം എനിക്ക് കയറാൻ പറ്റി. ഇവിടുത്തെ സംഭവങ്ങളൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. വിച്ചു എന്തോ ഒരു കാർഡും കാര്യങ്ങളൊക്കെ കാണിച്ചു. പിന്നെ നമ്മൾക്ക് ഓക്കെ ആക്കി. അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറി. എനിക്കിതിന് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനറിയില്ല. പിന്നെ കുറേ ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. റൈസ്, ചപ്പാത്തി, കുറേ കറീസ് ഉണ്ടായിരുന്നു, നോൺ വെജ് ഐറ്റംസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്വീറ്റ്സ് ഐറ്റംസും, അതുപോലെ തന്നെ സാലഡ്സും, കൂൾ ഡ്രിങ്ക്സും, ജ്യൂസ് ഐറ്റംസും, പിന്നെ ടീ, കോഫി, പിന്നെ വൈൻ, ആൽക്കഹോൾ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ വിച്ചു അതൊന്നും ട്രൈ ചെയ്യാത്ത കാരണം നമ്മൾ ആൽക്കഹോൾ ഐറ്റംസ് ഒന്നും നോക്കിയില്ല. ബാക്കി എല്ലാതും നമ്മൾ അവിടെ നിന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഫുഡാണ്. എല്ലാം കുറച്ച് എരിവ് കുറവുള്ള ടൈപ്പ് ഫുഡാണ് കേട്ടോ. എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. എന്തായാലും നല്ല ഫുഡാണ്. അങ്ങനെ ഇനി നമ്മൾ ബോർഡിങ്ങിനൊക്കെ ആയിട്ട് നമ്മൾ മേലേക്ക് വന്നേക്കാണ്. ബോർഡിങ് എനിക്ക് തോന്നുന്നു കുറച്ച് ലേറ്റ് ആയിട്ടാണ് ബോർഡിങ് ഉണ്ടായിരുന്നത്. ഒരു ഹാഫ് ആൻ അവർ ഡിലേ ആയിരുന്നു ഫ്ലൈറ്റ്. ചെറുതായിട്ടൊക്കെ ടയേർഡായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഉറക്കമൊക്കെ ക്ഷീണം, കാരണം സമയം 12 മണിയാണ് രാത്രി. അതുകൊണ്ട് ഉറക്കമൊക്കെ ചെറുതായിട്ട് വരുന്നുണ്ടായിരുന്നു. നമ്മുടെ ഓൾമോസ്റ്റ് ബോർഡിങ് ആയിട്ടുണ്ട് കേട്ടോ. അതാണ് നമ്മൾ ക്യൂവിൽ നിൽക്കുകയാണ്. ബോർഡിങ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഡിലേ ആണ് കേട്ടോ. ഫ്ലൈറ്റ് ഒരു 30 മിനിറ്റ്സോളം ഫ്ലൈറ്റ് ഡിലേ ആണ്. നമ്മൾ ഇതുവരെ എങ്ങോട്ടാണ് പോണേന്ന് പറഞ്ഞില്ല അല്ലേ? പറയാം കേട്ടോ. നമ്മൾ പറയാം എവിടേക്കാണ് പോണേന്ന്. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും എവിടേക്കാണ് പോയെന്നൊക്കെ. ഞാൻ എല്ലാം അപ്ഡേറ്റ് ആക്കുന്നുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ. അങ്ങനെ വലത് കാല് വെച്ച് പ്രാർത്ഥിച്ച് അങ്ങോട്ട് ഫ്ലൈറ്റിൽ കയറി കേട്ടോ. എയർ ഏഷ്യ അങ്ങനെ തോന്നുന്നു ഫ്ലൈറ്റ്. പോയിട്ട് ഇപ്പോൾ ഏകദേശം 2 ആഴ്ചന് മേലെയാണ്. കറക്റ്റായിട്ട് ഓർമ്മയൊന്നും വരുന്നില്ല ഫ്ലൈറ്റിൻ്റെ പേര് കേട്ടോ. എന്തായാലും നമ്മളാണ് ആദ്യം കയറിയത്. അതിന് മുന്നേ കുറച്ച് സാമ്യമാരുണ്ടായിരുന്നു. യെസ്, അപ്പോൾ അങ്ങനെ കയറി. സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടു. വിൻഡോ സീറ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും 2 ചെറിയ കുഞ്ഞു ബാഗ് ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് സൈഡാക്കി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫ്ലൈറ്റ് എടുത്തു കേട്ടോ. ഫ്ലൈറ്റ് ഫുള്ളായിരുന്നു. ഫ്ലൈറ്റ് എടുത്തു. ചെറുതായിട്ട് പേടി ഉണ്ടായിരുന്നു. നല്ല രീതിക്ക് ജർക്കിങ് ഉണ്ടായിരുന്നു കേട്ടോ ഫ്ലൈറ്റ്. അതുപോലെ തന്നെ എന്താ പറയുക, കുറച്ച് നേരം ഒരു ട്രാക്കിൽ നിന്നിട്ടാണ് പിന്നെ ഫ്ലൈറ്റ് എടുത്തത് കേട്ടോ. ഞാൻ എൻ്റെ ആ ഒരു എന്താ പറയുക, സ്വെറ്റ് ഷർട്ടെന്നോ അല്ലെങ്കിൽ ഒരു ജാക്കറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഈ ഒരു സംഭവം എടുത്തിട്ട് കേട്ടോ. ഇത് ഞാൻ എവിടെ നിന്നാണ് മേടിച്ചത്? മിന്ത്രയെന്നാണ് തോന്നുന്നത് വാങ്ങിയത്. നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ. ഭയങ്കരമായിട്ട് എനിക്ക് ഒട്ടും തണുപ്പ് പറ്റില്ല. അപ്പോൾ ഒട്ടും തണുപ്പ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. ഇതിനാണെങ്കിൽ ഇതുപോലെ ഒരു തൊപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ട് ഒരു കുഞ്ഞു കരടിക്കുട്ടീനെ പോലെയായിരുന്നു. അതിൻ്റെ ചെവിയൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു എന്തായാലും കാണാനായിട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കേസ് ഞാൻ നോക്കുമ്പോൾ വിച്ചു നല്ല ഉറക്കം. വിച്ചു എൻ്റെ ചേച്ചീനെ പോലെയാണെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. എൻ്റെ ചേച്ചിയാണെങ്കിൽ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ അപ്പം ഉറങ്ങും കേട്ടോ. അതേപോലെ വിച്ചു ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. അപ്പോഴേക്കും വിച്ചു ഉറങ്ങി ഗൈസ്. പിന്നെ ഞാൻ വിളിച്ചങ്ങനെ ഉണർത്താനൊന്നും നിന്നില്ല. ഞാനും കുറച്ചൊക്കെ കിടന്നുറങ്ങി. കണ്ണു തുറന്നപ്പോൾ കുറച്ച് വെളിച്ചൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്. നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ ഫോണിൽ കൂടെ കാണുമ്പോൾ തന്നെ നല്ല ലൈറ്റും കാര്യങ്ങളായിരുന്നു. ആ ഒരു എന്താ പറയുക, വിൻഡോ കൂടെ നോക്കിയപ്പോൾ അതിലും നല്ല ലൈറ്റും കാര്യങ്ങളാണ്. ശരിക്കും സണ്ണൊക്കെ ഇങ്ങനെ എന്താ പറയുക ഉദിച്ചിങ്ങനെ വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. നിങ്ങൾക്ക് ആ ഒരു വ്യൂ കാണിച്ചു തരാം. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. എത്രയൊക്കെ ഫ്ലൈറ്റിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഈ ഒരു വിൻഡോ കൂടെ കാണുന്ന വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഒട്ടും എന്താ പറയുക ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്ന ആൾക്കാരെ പോലെ ഇങ്ങനെ നോക്കിയിരിക്കാറുണ്ട്. അതിനിടയിൽ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓറിയോടെ വേഫർ എടുത്തിട്ട് ഞാൻ കഴിച്ചിട്ട് ഒരു റോളാണ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു എയർപോർട്ടിൻ്റെ അവിടെ നിന്ന് മേടിച്ചതാണ്. ബോർഡിങ്ങിൻ്റെ അടുത്തൊരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വിച്ചു എനിട്ടിട്ടില്ല കേട്ടോ. അതാണ് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ വിച്ചുവിൻ്റെ അപ്പുറത്ത് ഇരിക്കുന്ന ആൾ എനിട്ടിട്ടുണ്ടായിരുന്നു. വിച്ചു നല്ല ഉറക്കമാണ് കേട്ടോ. വിച്ചുവിനെ പിന്നെ ഞാൻ അധികം ഡിസ്റ്റർബ് ചെയ്തില്ല. ചിലപ്പോൾ ക്ഷീണം ഉണ്ടായിരിക്കാമല്ലോ, കല്യാണത്തിൻ്റെ തിരക്കൊക്കെ ആയിട്ട്. യെസ്, അപ്പോൾ ഏകദേശം നമ്മൾ എത്താറായിട്ടുണ്ട്. അവിടെ അനൗൺസും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഭയങ്കര എന്താ പറയുക കഴിക്കണേൻ്റെ ഒരു കോൺസെൻട്രേഷനിൽ ഇരിക്കുകയാണ് കേട്ടോ. ആ ഒരു വ്യൂ ഒക്കെ കണ്ടിട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് ആ സൂര്യൻ അങ്ങോട്ട് ഉദിച്ച് എൻ്റെ കറക്റ്റ് ആ ഒരു നേരെ വന്ന് നിന്നു കേട്ടോ. അതുകൊണ്ട് നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പുറത്തുള്ളവരൊക്കെ ഇങ്ങനെ ആ ഷട്ടർ ഇങ്ങനെ ക്ലോസ് ചെയ്തു, വിൻഡോയുടെ ഡോർ. പക്ഷെ ഞാൻ ക്ലോസ് ചെയ്തില്ല. ഞാൻ ആ വെയിൽ കൊണ്ട് ഇങ്ങനെ ഇരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു വ്യൂ. നല്ല രസമാണ്. ഞാൻ അങ്ങനെ എന്താ പറയുക കുറവാണ് ഈ ഒരു ടൈമിലൊക്കെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നത്. കൂടുതലും നൈറ്റ് ഈവനിങ് ഒക്കെയാണ്. ഈ ഒരു ടൈം ഭയങ്കര അടിപൊളിയാണ് കേട്ടോ.
നമ്മൾ ഓൾമോസ്റ്റ് ഇതാ എത്താറായിട്ടുണ്ട്. ഞാൻ വിച്ചുവിനെ വിളിച്ചപ്പോൾ വിച്ചു പറഞ്ഞു കുറച്ച് നേരം കൂടി കിടന്നുറങ്ങാമെന്ന്. കാരണം ടൈം ഉണ്ടെന്ന് പറഞ്ഞു, ഒരു 5-10 മിനിറ്റ്. അപ്പോൾ പിന്നെ ഞാനൊന്നും നോക്കിയില്ല, ഞാൻ പിന്നെ വിളിച്ചില്ല കേട്ടോ. ഞാനിങ്ങനെ എൻ്റെ വ്യൂ ഒക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഫൈനലി നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ ലാൻഡ് ചെയ്യണ നിയറസ്റ്റ് പ്ലേസിൽ ഞാൻ അധികം ബിൽഡിങ്സ് ഒന്നും കണ്ടില്ല കേട്ടോ. ഫുൾ ഇങ്ങനെ കാട് പോലെ പച്ചപ്പായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ പച്ചപ്പുള്ളൊരു സ്ഥലത്ത് ഇങ്ങനെ ലാൻഡ് ചെയ്യണത് കാണുന്നത് കേട്ടോ. കൂടുതലും ഞാൻ കുറേ ഇങ്ങനെ എന്താ പറയുക ഭയങ്കര വലിയ വലിയ ബിൽഡിങ്സ് ഉള്ള സ്ഥലത്തൊക്കെയാണ് ലാൻഡ് ചെയ്യണ കണ്ടേക്കുന്നത്, ലൈറ്റും കാര്യങ്ങളൊക്കെ. ഇതതില്ല കേട്ടോ, കൂടുതലും ഇങ്ങനെ പച്ചപ്പായിരുന്നു. കുറേ ദൂരത്താണ് ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ആ ഒരു ബ്ലാക്ക് സംഭവം ഒരു ഇങ്ങനെ കഴുത്തിൽ ചുറ്റി കെട്ടിയിട്ടോ. നമ്മളിനി ഇങ്ങനെ നടക്കുകയാണ്. എക്സിറ്റും കാര്യങ്ങളും ഒന്നും അറിയില്ല. ഇനി ഇവിടെ ഒരു ഇമിഗ്രേഷൻ ഉണ്ട്, അപ്പോൾ അതൊന്നും അറിയില്ല. നമ്മൾ രണ്ടുപേരും ഈ ഒരു സ്ഥലത്ത് ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്നും അറിയാത്ത കാരണം നമ്മൾ തേരാപാല അങ്ങോട്ട് നടക്കാൻ കേട്ടോ, ഓരോന്ന് നോക്കിയിട്ട്. ചെറുതായിട്ട് നമുക്ക് വഴിയൊക്കെ തെറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചോദിച്ച് നമ്മൾ പോയിട്ടോ. നമ്മൾ ഇവിടെ വന്നത് ഒരു ട്രാവൽ പാക്കേജ് എടുത്തിട്ടാണ്, നമ്മുടെ ട്രിപ്പ് ഒരു ട്രാവൽ പാക്കേജ് എടുത്തിട്ടാണ്. സോ വിച്ചു ഗൈഡിനെ കോൺടാക്ട് ചെയ്യായിരുന്നു. ഗൈഡ് എയർപോർട്ടിൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞു. നമ്മളെല്ലാം 38 പേരുണ്ട് ടോട്ടൽ, എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ അവരൊക്കെ വിളിച്ച് നമ്മൾ എവിടെയാണ് നിൽക്കണമെന്നൊക്കെ ചോദിച്ചു. ഫൈനലി നമ്മുടെ ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇമിഗ്രേഷൻ കുറച്ച് എനിക്ക് എന്താ പറയുക, അവർ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു, ഞാൻ റിപ്ലൈ കൊടുത്തു. അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ സ്റ്റാർബക്സിൽ പോയിട്ട് ഒരു കോഫി കുടിച്ചു കേട്ടോ. കോഫിയിലേറ്റവും എനിക്കറിയില്ല, വിച്ചുവിൻ്റെ പേരിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ ഒരു സംഭവമാണ് കഴിച്ചത്, ക്രോസോൺ തന്നെയാണ് പറയാം, അതോ വേറെന്തോ പേരുണ്ട് ഈ സംഭവത്തിന്. ഈ ഒരു സംഭവം കഴിച്ചു കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് ബട്ടറും ജാമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ജാം എനിക്കിഷ്ടപ്പെട്ടില്ല, ബട്ടർ കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോഴേക്കും എന്താ നമ്മുടെ ഗൈഡ് എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കൈരളി ട്രാവൽസിൻ്റെ പാക്കേജ് എടുത്തിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. യെസ്, അപ്പോൾ നമ്മുടെ ഗൈഡാണ് ഈ നടന്നു പോകുന്നത്. നമ്മുടെ ബസ് ഇതാണ് കേട്ടോ, AC ബസ്സാണ്, നല്ല ബസ്സാണ് കേട്ടോ. നമ്മുടെ സ്ഥലം എവിടെയാണെന്ന് ഇപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. നമ്മുടെ സ്ഥലം വന്നിട്ട് നമ്മൾ എവിടേക്കാണ് ഹണിമൂണിന് വന്നിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മലേഷ്യക്കാണ് ഹണിമൂണിന് വന്നിട്ടുള്ളത്. വിയറ്റ്നാം ആയിരുന്നു നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. പക്ഷേ വിയറ്റ്നാം ലാസ്റ്റ് ടൈം നമ്മൾ ചേഞ്ച് ചെയ്ത് അത് മലേഷ്യയിലോട്ടാക്കി. നല്ല അടിപൊളി പാക്കേജൊക്കെ ആയിരുന്നു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് 2 ദിവസത്തേക്ക് നിങ്ങൾക്ക് മലേഷ്യൻ വ്ളോഗ്സ് കാണാം. അങ്ങനെ ട്വിൻ ടവറൊക്കെ കണ്ടു കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഓൺ ദ വേ ആയിരുന്നു റൂമിലേക്ക്, അപ്പോൾ ട്വിൻ ടവറൊക്കെ കണ്ടു. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട്, അതായത് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമുക്ക് ഫുഡ് ഫ്രീ ആണ് ഈ ഒരു പാക്കേജിൽ. ഫ്രീ അല്ല, നമ്മൾ പൈസ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡാണ്. സോ നമുക്ക് ഇന്ന് ബ്രഞ്ച് കഴിക്കാം, സോസേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മലേഷ്യയിലെത്തി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മലേഷ്യൻ വ്ളോഗ്സ് ആയിരിക്കും, അപ്പോൾ ആരും മിസ് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, ബൈ.